ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ദിവസത്തെ ഫുൾ ഡേ മീൽ പ്ലാൻ ആണ്. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് കീറ്റോ അഥവാ LCHF ഡയറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് റെസിപ്പികളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയത് ചീസ് ഓംലെറ്റും ബട്ടർ കോഫിയുമാണ്. ചീസ് ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഒരാൾക്ക് 3 കോഴിമുട്ട വരെ യൂസ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഈ 3 കോഴിമുട്ട ഞങ്ങൾ 2 പേരാണ് കഴിച്ചത്. മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത്, കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത്, പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഈ ഡയറ്റിൽ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഡയറ്റിൽ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ബട്ടറോ ആണ് യൂസ് ചെയ്യാൻ പറ്റുക. വെജിറ്റബിൾ ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ചൂടായ പാനിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. പകുതി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചീസിന് മുകളിലായിട്ട് കുറച്ച് ഒലിവ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്തെടുത്ത ഒലിവാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് ചീസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മുട്ട ഫുള്ളായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ പാനിൽ നിന്ന് നമുക്ക് മാറ്റാം. ഇപ്പോൾ ചീസ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ബട്ടർ കോഫി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ബട്ടർ കോഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാംസിൻ്റെ ഒരു ബട്ടറിൻ്റെ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് അൺസാൾട്ടഡ് ആണ്. സോൾട്ടഡ് ബട്ടർ ഇതിനു വേണ്ടി യൂസ് ചെയ്യരുത്. ഇനി അതിനെ ഞാൻ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ക്യൂബ് 20 ഗ്രാംസിൻ്റെ ഒരു ക്യൂബാണ് കിട്ടുന്നത്. അപ്പോൾ ഒരാൾക്കുള്ള കോഫിക്ക് 20 ഗ്രാംസിൻ്റെ ഒരു ക്യൂബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 2 കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ നല്ല കയ്പ്പായിരിക്കും. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂടാറിപ്പോവരുത്. ചൂടോടെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറിന് വാഷർ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് പുറത്ത് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സൂക്ഷിച്ച് വേണം ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. കോഫി ബീറ്റർ യൂസ് ചെയ്തും ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശരിക്കും നല്ല പാൽച്ചായ പോലെ ഇരിക്കും. ഇനി ഇത് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചീസ് ഓംലെറ്റും ബട്ടർ കോഫിയും. ഇനി നമുക്ക് ലഞ്ച് എന്താണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ലഞ്ചിന് ഫിഷ് ഫ്രൈയും പാവയ്ക്ക തോരനുമാണ് ഞാൻ തയ്യാറാക്കിയത്. ആദ്യം ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നത് നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 അയലയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത അയലയിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല തേച്ച് കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചൂടായ എണ്ണയിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തതായിട്ട് പാവയ്ക്കാത്തോരൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാവയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള പാവയ്ക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ തിരികെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ പാവയ്ക്കയുടെ കയ്പ്പ് അറിയില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ലഞ്ച് തയ്യാറായിട്ടുണ്ട്. ഫിഷ് ഫ്രൈയും പാവയ്ക്കാത്തോരനും തയ്യാറായിട്ടുണ്ട്. ഇനി 4 മണിക്ക് ചായയുടെ സമയമാണ്. ആ സമയത്ത് ഞാൻ കുടിക്കുന്നത് ഒരു ഗ്രീൻ ടീ ആണ്. സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നത് ബദാമാണ് കഴിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് 3-4 ഗ്ലാസ് നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ 3 ലിറ്ററോളം വെള്ളം ഒരു ദിവസം കുടിക്കണം. ഇനി ഡിന്നർ എന്താണെന്ന് നോക്കാം. ഡിന്നറിന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ ലിവർ ഡ്രൈ ഫ്രൈയും കുറച്ച് കുക്കുംബർ സലാഡുമാണ്. ഞാനിവിടെ 500 ഗ്രാംസ് മട്ടൺ ലിവർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഒക്കെ ഒഴിച്ച് നല്ലപോലെ കഴുകിയെടുത്താണ്. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. ഒരു 15 മിനിറ്റ് പുരട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ലിവർ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ആ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മട്ടൻ്റെ ലിവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടൺ ലിവർ ഡ്രൈ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ കുക്കുംബർ സലാഡാണ് ഉണ്ടാക്കിയത്. 2 കുക്കുംബറാണ് സലാഡിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക.
അരിഞ്ഞെടുത്ത കുക്കുംബർ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ലെറ്റ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാബേജിൻ്റെ ഇലയാണ്. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ അരിഞ്ഞ് സലാഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലും കൂടെ ചേർത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ കീറ്റോ ഡയറ്റിൽ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലുള്ള ഫുഡ് മെനു ഞാൻ ഇനി വരുന്ന വീഡിയോകളിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.